വിശ്വസിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞ. ഞങ്ങൾ ശരിക്കും എനിക്കൊരു ഉണ്ടായി പ്രതീക്ഷ ഉണ്ടായി ഫുൾ എ പ്ലസ് കിട്ടുമെന്ന്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി മികവ് തെളിയിച്ചിരിക്കുകയാണ് ആലുവ എടയാറിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളിയുടെ മകളായ സുഷ്മിത രാജ്. തൊഴിലാളികൾ താമസിക്കുന്ന ഒറ്റമുറി വീട്ടിലിരുന്ന് പഠിച്ചാണ് മലയാളത്തിനടക്കം നല്ല മാർക്ക് നേടിയത്. പക്ഷെ ഉറപ്പുണ്ടായില്ല. അപ്പൊ കണ്ടപ്പോ തന്നെ സ്വപ്നമാണെന്ന് വിചാരിച്ച് ആദ്യം അമ്മേനെയാണ് കൊണ്ടുപോയി കാണിച്ചത്. ആരും ഉണ്ടായില്ല. അച്ഛൻ കമ്പനിയിലായിരുന്നു, ചേച്ചി കോളേജിൽ പോയിക്കായിരുന്നു. സഹായിച്ചത് ശരിക്കും പറഞ്ഞ ടീച്ചേഴ്സാണ് സഹായിച്ചത്. നല്ല ക്ലാസ് ഒക്കെ തന്ന്, മോർണിംഗ് ക്ലാസ് ഈവനിങ് ക്ലാസ് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്, നല്ലോണം മനസ്സിലാക്കി തന്ന്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട് പിന്നെ ചേച്ചീനോടൊക്കെ ചോദിച്ച് പഠിച്ച്. ട്യൂഷൻ പോയിട്ടില്ല ഒരിക്കലും. എന്താ ഭാവി ഒരു ഡോക്ടർ ആവാനായിട്ട് ആരാവും. പക്ഷേ ഡോക്ടർ ആവാൻ പൈസ കൂടുതലാവും, ചിലപ്പോൾ ഭാവിയിലാവും. ലോണൊക്കെ എടുത്തിട്ട് അച്ഛൻ കഷ്ടപ്പെട്ട. SSLC പരീക്ഷയിൽ എടയാറിലെ ഇതര സംസ്ഥാനക്കാർക്കിടയിൽ താരമായിരിക്കുകയാണ് എറണാകുളം മുപ്പത്തടുത്ത് താമസിക്കുന്ന ഉത്തർപ്രദേശുകാരി സുഷ്മിത രാജ്. മലയാളം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയാണ് സുഷ്മിത രാജ് വിജയിച്ചിരിക്കുന്നത്. ബിനാനിപുരം സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സുഷ്മിത. ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്നും എടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിൽ ജോലിക്കെത്തിയ രാജിൻ്റെ 4 മക്കളിൽ മൂന്നാമത്തെ കുട്ടിയാണ് സുഷ്മിത. ലോഡ്ജ് മുറി പോലുള്ള 2 മുറികളിലായാണ് ഇവരുടെ താമസം. 24 വർഷം മുമ്പാണ് സുഷ്മിത രാജിൻ്റെ അച്ഛൻ ജോലിക്കായി കേരളത്തിലെത്തിയത്. സുഷ്മിത ജനിച്ചതും വളർന്നതും കേരളത്തിൽ തന്നെയാണ്. ഹിന്ദി, മലയാളം ഭാഷകൾ സുഷ്മിത നന്നായി സംസാരിക്കും. അച്ഛൻ എടയാറിലെ ഒരു കമ്പനിയിൽ കയറ്റിറക്ക് തൊഴിലാളിയാണ്. അമ്മ സരിത സെയിൽസ് ഗേളും. हमको बहुत खुशी है, भला रोया नहीं, हमको बहुत खुश हुआ है। हम लोग यूपी में भी भेज दिया, ज्यादा यूपी में खुश हो गया है सब आदमी कि तुम उधर में रुका है, अपना बेटी अच्छा पढ़ा रहे, इतना खुशी की बात है। हम लोग गांव में है, गांव में नहीं पढ़ा सकता है, तुम तो उधर केरला में होकर पढ़ा रहे हो. മിടുക്കിയായ വിദ്യാർത്ഥിനിയെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് അധ്യാപകൻ സുനിൽ കുമാർ പറഞ്ഞു. ബിനാനിപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. നമുക്ക് ഈ വർഷം 14 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 കുട്ടികളും മൈഗ്രൻ്റ് സ്റ്റുഡൻസ് ആയിരുന്നു. എൻ്റെ കുട്ടികളിൽ നിന്ന് ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ കുട്ടികളിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന്. കാരണം തുടക്കം മുതലേ അവരുടെ പഠിത്തം ആ രീതിയിലായിരുന്നു. അപ്പോൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഇത് അധ്യാപനം എന്നുള്ളതിൽ ഏറ്റവും വലിയ അഭിമാനമായ നിമിഷമല്ലേ. നമ്മുടെ ഇത്രയും താഴ്ന്ന ലെവലിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇത്രയും പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് വലിയ സന്തോഷമില്ല. ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു 12 വർഷത്തോളമായി ബിനാനിപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ബീഹാറിൽ നിന്നുള്ള കുട്ടി ദിൽഷാദ് ഫുൾ A+ മേടിച്ചു. കേരളത്തിൽ വന്ന് പഠിക്കാനായതുകൊണ്ടാണ് സുഷ്മിതയ്ക്ക് ഇത്ര മികച്ച ജയം നേടാനായതെന്നാണ് രാജിൻ്റെ നാട്ടിലെ ബന്ധുക്കളുടെ അഭിപ്രായം. സാമ്പത്തിക സഹായം ലഭിച്ചാൽ ഡോക്ടറാകാനാണ് സുഷ്മിതയുടെ ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, കടുങ്ങല്ലൂർ.